യാമി, നമ്മളത് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഇക്കാക്ക് ജോലി ട്രാൻസ്ഫർ കിട്ടി, അപ്പൊ എനിക്ക് പോയല്ലേ പറ്റുള്ളൂ. നിന്നെ ഇനി കാണാൻ പറ്റൂല എന്ന് ആലോചിക്കുമ്പോ തന്നെ ഉള്ളിലൊരു നീറ്റല. അപ്പൊ എനിക്കില്ല വിഷമം. എന്നാ പുതിയ ഫോണാണ്, നീ എവിടെയാണെന്നുണ്ടെങ്കിലും എനിക്ക് വിളിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കോളിനാണ്ടി കണ്ട് അത് തുണീൻ്റെ ഉള്ളിൽ എടുത്തച്ചോ, അല്ലെങ്കിൽ നാട്ടുകാർ തൻ്റെ ആൾ കണ്ട പ്രശ്നമാവും. പോട്ടെ. അപ്പൊ നാട്ടുകാർ പറയണതിന് കാര്യമുണ്ടല്ലേ? ഒരു പെണ്ണിനൊരാണ് ആത്മാർത്ഥമായി സ്നേഹിക്കണത് ഈ ലോകത്ത് അത്ര വലിയ തെറ്റാണോ? അത് തെറ്റൊന്നുമല്ല. കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയിലെ ഇജ്ജ് നോക്കണേ ഒരു ചെറ്റത്തരാണ്. പോടാ. എന്നാൽ ഇത്ര വിലല്ല ഫോണൊക്കെ കൊടുക്കാൻ മാത്രമല്ല ബന്ധമുണ്ട് അതൊക്കെ. അതെ, നമ്മൾ ഇമേജിലേ മിഡ് നൈറ്റ് സെയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 25,000 റുപ്യക്ക് മൊബൈലോ ലാപ്ടോപ്പോ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം നമുക്ക് ഒരു TV സൗജന്യമായി കിട്ടും. അപ്പൊ TV പേരേക്കും കൊടുക്കാം, ഫോണുകൾക്കും കൊടുക്കാം. പിന്നെ അത് മാത്രല്ല, എന്റെ ഭാര്യ പോയക്കടക്ക് കുളിക്കാൻ വന്നാല് ചില നാട്ടുകാർ തന്റെ ആളുകൾ സെറ്റാക്കാൻ നോക്കും. അപ്പൊ TV ആകുമ്പോൾ സീരിയലിന്റെ അഡിക്റ്റ് ആയിട്ട് പെരയിൽ തന്നെ നിന്നോളും. നിന്നുദ്ദേശിച്ചല്ല, ചില നാട്ടുകാർ തന്റെ ആൾ ഉദ്ദേശിച്ചിട്ടാ. അപ്പൊ എങ്ങനെ? പോട്ടെ.